തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണായി പ്രവർത്തിക്കുന്ന അള്ളാംകുളത്തെ വീട്ടിൽ നിന്നും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 8 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന 2.25 ടൺ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. തളിപ്പറമ്പിൽ പ്രവർത്തിച്ചുവരുന്ന മുഹമ്മദ് ഹൈപാക്ക് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നാണ് ഇവ പിടികൂടിയത്. ഉടമയിൽ നിന്നും 10,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും കൂടുതൽ അളവ് നിരോധിത സാധനങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്നും പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുത്ത വസ്തുക്കളിൽ 2 ടണ്ണിലേറെ വിവിധ നിറത്തിലുള്ള ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് കാരി ബാഗുകളാണ് കണ്ടെത്തിയത്. തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലുള്ള കടകളിൽ വ്യാപകമായി പ്ലാസ്റ്റിക് കാരി ബാഗുകൾ ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ തളിപ്പറമ്പിലെ സിനാൻ എന്നിവരുടെ സ്ഥാപനത്തിൽ നിന്നാണ് കാരി ബാഗുകൾ ലഭ്യമാകുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. സ്ക്വാഡ് മുൻപ് നടത്തിയ പരിശോധനയിൽ പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും കാരി ബാഗുകളൊന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് മാസങ്ങളോളം സ്ക്വാഡ് നടത്തിയ അന്വേഷണമാണ് അള്ളാംകുളത്തിലെ വീട്ടിൽ സ്ക്വാഡിനെ എത്തിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ വീട് വാടകയ്ക്കെടുത്താണ് ഗോഡൌൺ നടത്തി വന്നിരുന്നത്. പ്ലാസ്റ്റിക് കാരി ബാഗുകൾ, പ്ലാസ്റ്റിക് സ്ട്രോ, പേപ്പർ കപ്പ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്, പ്ലാസ്റ്റിക് സ്പൂൺ, തെർമോകോൾ പ്ലേറ്റ് തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത വസ്തുക്കൾ തളിപ്പറമ്പ് നഗരസഭ കാര്യാലയത്തിലേക്ക് മാറ്റി. കഴിഞ്ഞയാഴ്ച ചക്രക്കല്ലിൽ വെച്ച് ഇതേ സ്ഥാപനത്തിൻ്റെ വാഹനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ PP അഷ്റഫ്, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, CK ദിബിൽ, തളിപ്പറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KP പ്രീഷ, P ലതീഷ്, മുനിസിപ്പാലിറ്റി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.